ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഡീപ്പിൻ പ്രൊജക്റ്റ് ആയിട്ടാണ്. ഡേറ്റാഗ്രാമിൻ്റെ ആൽഫ ടെസ്റ്റ്നെറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഡേറ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ഫാബ്രിക് നെറ്റ്വർക്കാണ്. അതായത് പുതിയ പുതിയ ഡീപ്പിൻ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ സെക്യൂരിറ്റി കോഎഫിഷ്യൻ്റോടുകൂടി ഡീപ്പിൻ പ്രൊജക്റ്റുകളെ ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വൈറ്റ് പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. അപ്പം ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് സൈനപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്ത് സൈനപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് മെയിലിൽ ഒരു കോഡ് വരുന്നതായിരിക്കും. ആ കോഡൂടെ ജസ്റ്റ് നിങ്ങളവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് കോഡ് വെരിഫൈ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരെ സൈനപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില അക്കൗണ്ട്സിൽ എറേഴ്സ് കാണിക്കും. അതായത് വെരിഫൈ ആവാതിരിക്കും കോഡ് കൊടുക്കുമ്പം. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് 0 ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പോയിൻറ്റ്സ് കൂട്ടേണ്ടതായിട്ടുണ്ട്. മറ്റ് ഡീപ്പിൻ പ്രൊജക്റ്റുകൾ പോലെ തന്നെ ഇവിടെ നമ്മൾ നോഡ് റൺ ചെയ്തിട്ടാണ് പോയിൻറ്റ്സ് നേടുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് നോഡ് റൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഡേറ്റാഗ്രാമിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നോഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ വാലറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് കാണിക്കും: മാക്ക്, വിൻഡോസ്, ലിനക്സ്. അപ്പോൾ നിങ്ങളുടെ OS ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ വിൻഡോസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് കാണാം വിൻഡോസ് കൊടുക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ വിൻഡോസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് സെക്യൂർഡ് അല്ല എന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ക്വാളിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ നോക്കി വേണം ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞാൽ അവലാഞ്ചി ചെയിനൊക്കെ ഫോളോ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണിത്. അതുപോലെ തന്നെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സും ഡേറ്റാഗ്രാമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്കാം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഡൗൺലോഡ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എനിവേ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മോർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ മോർ ഇൻഫോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൺ എനിവേ എന്നൊരു ഓപ്ഷൻ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾ റൺ എനിവേ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കും. അത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് വിടുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ദെൻ ആ ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പം നമുക്കിവിടെ ഇനി സൈൻ ഇൻ ചെയ്യണം. നേരത്തെ നമ്മൾ ടെസ്റ്റ്നെറ്റ് സൈൻ ഇൻ ചെയ്ത സെയിം ഇമെയിൽ ID യൂസ് ചെയ്ത് വേണം ഇവിടെയും സൈൻ ഇൻ ചെയ്യാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ ഓൾറെഡി സൈൻ ഇൻ ചെയ്തത് കൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് സൈൻ ഇൻ ചെയ്തെന്നാൽ മാത്രം മതി. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോഡ് റൺ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ അവിടെ യൂസർ നെയിം കൊടുക്കാൻ കാണിക്കും. അപ്പോൾ നിങ്ങളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു യൂസർ നെയിം സെറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ ആ ഓപ്ഷൻസ് എടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ആപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാവുന്നതാണ്. ആപ്പ് സെറ്റിങ്സ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഡിസേബിളായി കിടക്കുന്നതാണ്. ഓട്ടോ സ്റ്റാർട്ടും ഓട്ടോ അപ്ഡേറ്റും. ഇത് രണ്ടും ഡിസേബിളായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ഇടണം. കാരണം നിങ്ങളത് എനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ മാനുവലി എടുത്തിട്ട് ആ നോഡ് റൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എനേബിൾ ചെയ്ത് ഇടുകയാണെങ്കിൽ സിസ്റ്റം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം ഇത് ഓട്ടോമാറ്റിക്കലി നോഡ് റൺ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി നോഡ് റൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ 2 ഓപ്ഷൻസ് എനേബിൾ ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോ സ്റ്റാർട്ടും ഓട്ടോ അപ്ഡേറ്റും. ഓക്കെ, അപ്പോൾ ദെൻ നിങ്ങളിനി ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നോഡ് കണക്റ്റ് ആയേക്കുന്നത് കാണാം. അപ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും ഈ നോഡ് കണക്റ്റ് ആയേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുവരെ ഡിസ്കണക്റ്റ് എന്ന് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും. എന്തായാലും കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾ ആദ്യം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഏർലി ടെസ്റ്റർ റോള് ലഭിക്കും. അതായത് ഈ ടെസ്റ്റ് നെറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഏർലി ടെസ്റ്റർ റോള് ഇപ്പോൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡിസ്കോഡിൽ കയറുക. അവരുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുവഴി കയറിയാൽ മതി. ദെൻ അവരുടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വെരിഫൈ ചെയ്യുക. ദെൻ ഇവിടെ സ്റ്റാർട്ട് ഹിയർ എന്ന് പറഞ്ഞൊരു ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാസ്കുകൾ കാണും. ഫോളോ ചെയ്യാനും റീട്വീറ്റ് ചെയ്യാനും അവരുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനും ഒക്കെ കുറേ ടാസ്കുകൾ കാണാം. ഇതെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈസിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണല്ലോ. അപ്പോൾ നിങ്ങളതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം ഒരു സ്ക്രീൻഷോട്ടൂടെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ നമുക്കിവിടെ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ചാനൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ടൊരു ചാറ്റ് സെക്ഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ മെയിൽ ID കൂടെ അവർക്ക് അയച്ചു കൊടുക്കുക. ദെൻ ടെലിഗ്രാം യൂസർ നെയിമും കൂടെ നിങ്ങൾ സെൻഡ് ചെയ്യുക. അതിവിടെ പറഞ്ഞിട്ടില്ല ടെലിഗ്രാം യൂസർ നെയിം സെൻഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ പിന്നീട് ഇവരുടെ ആ ഒരു മോഡ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും, ടെലിഗ്രാം യൂസറൂടെ കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സോ ഇത് ഇപ്പോഴേ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ ഇത് ഇപ്പോൾ ടെമ്പററി ഡിസേബിൾ ആണ് ഈ ഒരു റോള് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നോഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഞാൻ തരാം. ആ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ കയറിയിട്ട് ആ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏർലി ആൽഫ ടെസ്റ്റർ റോള് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വഴിയേ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് ബൈ ഗായ്സ്.